നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നാൽ പാർട്ടി അധികാരത്തിൽ തിരികെ എത്തില്ല. MV ഗോവിന്ദന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. G സുധാകരന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും വിമർശനം ഉയരുകയാണ്. G സുധാകരന്റെ കാര്യത്തിൽ പാർട്ടിക്ക് പിഴച്ചു. കൂടെ നിർത്തിയിരുന്നേൽ ആലപ്പുഴയിലെ തിരിച്ചടി ഒഴിവാക്കാമായിരുന്നു. G സുധാകരൻ വളർത്തിയവർ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയെന്നും വിമർശനം ഉയർന്നു. സജി ചെറിയാന്റെ സാന്നിധ്യത്തിലായിരുന്നു കടുത്ത വിമർശനം ഉയർന്നത്. തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റിയ സംഘടനാ സംവിധാനം ജില്ലയിൽ ഉണ്ടായിരുന്നില്ലെന്നും വിമർശനം ഉയർന്നു. ജില്ലാ സെക്രട്ടറി V കേശവൻ മരിച്ചത് ആത്മഹത്യയാണ് എന്ന രീതിയിൽ സുധാകരൻ സംസാരിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ജില്ലാ നേതൃത്വത്തിന് കൃത്യസമയത്ത് മറുപടി ഉണ്ടായില്ല. G സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാനായില്ല. G സുധാകരനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നുവെന്നും പാർട്ടിക്ക് മുകളിൽ വളരുന്നത് വരെ കാത്തിരുന്നു എന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPM-നുള്ളിലെ അസംതൃപ്തിയും പുകച്ചിലും തുടരും. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കടുത്ത ആഭ്യന്തര കലഹങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വേദിയായ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ഒടുവിൽ ഒരു ദിവസം മുൻപേ വെട്ടിച്ചുരുക്കി. അണികളുടെയും താഴെത്തട്ടിലെ നേതാക്കളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ സംസ്ഥാന നേതൃത്വം വിയർത്തോടുകൂടിയാണ് 3 ദിവസത്തെ യോഗം 2 ദിവസം കൊണ്ട് അവസാനിപ്പിച്ച പാർട്ടി തടിയൂരിയത്. പിണറായി വിജയന്റെ ധാർഷ്ട്യവും KK ശൈലജയെ വെട്ടി ഒതുക്കിയതും ഉൾപ്പെടെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ പാർട്ടിയിൽ ഇപ്പോഴും മാറ്റി നിർത്തുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. പാർട്ടിയോട് കൂറു പുലർത്തുന്ന ബിനീഷിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഏതാനും മന്ത്രിമാരും ഓഫീസുകളും സാധാരണക്കാരായ ജനങ്ങൾക്കും ഒത്തിരി അകലെ നിന്നുപോയി എന്നും CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ജില്ലാ നേതാക്കളായി നടന്നവർ മന്ത്രിമാരായപ്പോൾ പ്രവർത്തകരെ അകറ്റി നിർത്തി. പാർട്ടി കമ്മിറ്റികളിലെ വിമർശനവും സ്വയം വിമർശനവും ഇല്ലാത്തതും മുതലാണ് പാർട്ടി നേതാക്കൾക്ക് മൂല്യശോഷണം ഉണ്ടായി തുടങ്ങിയത്. ഇപ്പോൾ തുറന്നു പറയാൻ നൽകിയ അവസരം എത്ര കാലത്തേക്ക് ഉണ്ടാകുമെന്ന ചോദ്യവുമുണ്ടായി. സർക്കാരിന്റെ നേട്ടത്തെക്കാൾ പിണറായി വിജയന്റെ ധാർഷ്ട്യം, ശൈലി എന്നിവയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടും തിരുത്തലുണ്ടായില്ല. സെൽഫി എടുക്കാനെത്തിയ കുട്ടികളെപ്പോലും അടിച്ചോടിച്ചത് ജനങ്ങളെ എതിരാക്കി. സമൂഹ മാധ്യമങ്ങളുടെ കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നും പഴയകാല നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. പാർട്ടി എന്നാൽ ഒരാൾ മാത്രമെന്ന നിലയ്ക്ക് പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തിയത് തെറ്റായിപ്പോയി. കഴിഞ്ഞ സർക്കാരിൽ KK ശൈലജ മന്ത്രിയാകുമെന്ന് ആഗ്രഹിച്ചാണ് വോട്ടർമാർ മട്ടന്നൂരിലും മറ്റും മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം നൽകിയത്. എന്നാൽ നേതാക്കളുടെ ബന്ധുക്കളായ ചിലരെ മന്ത്രിസഭയിൽ തിരികെ കയറ്റാൻ പുതിയ മാനദണ്ഡം കൊണ്ടുവന്നു. അന്ന് ഒഴിവാക്കിയ ശൈലജയെ പിന്നീട് വടകരയിലും പേരാവൂരിലും തോൽക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിച്ചു. ഇതിനൊക്കെ ജനത്തിന് മനസ്സിലാകുന്ന കാരണം പറയാനുണ്ടോ? തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ചത് ഒഴിവാക്കേണ്ടതായിരുന്നു. സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചത് ജനത്തിന് മടുപ്പുണ്ടാക്കി. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൂട്ടത്തോടെ എതിരായതിന്റെ കാരണം എന്തെന്നും മനസ്സിലാക്കി തിരുത്താനാകണം. ഒരു ജില്ലയിലും പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നേതൃത്വം ഇടപെടുന്നില്ല. പാർട്ടി അംഗങ്ങളിൽ പകുതിയോളം പേർ നിഷ്ക്രിയരാണ് എന്നും നേതൃത്വം തിരിച്ചറിയണമെന്നും ആവശ്യമുയർന്നു. ബിനീഷ് കോടിയേരിയെ പാർട്ടിയിൽ സജീവമാക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുണ്ടായി. ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചിൽ മുമ്പ് അംഗമായിരുന്ന ബിനീഷ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പാർട്ടിയെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ പ്രവർത്തിക്കാൻ അവസരം നൽകുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കെ സംഘടനയെ നയിച്ചതുപോലെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് വിമർശനം ഉണ്ടായി. കോവിഡിന്റെ കാലത്ത് ജനങ്ങളുടെ നെഞ്ചിൽ ഇടം നേടിയ KK ശൈലജ വീണ്ടും മന്ത്രിസഭയിൽ എത്തുമെന്നും ആരോഗ്യവകുപ്പ് ഭരിക്കുമെന്നും ആഗ്രഹിച്ചാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഇതിന് വോട്ട് ചെയ്തത്. എന്നാൽ അധികാരം കിട്ടിയതിന് പിന്നാലെ ശൈലജയെ പൂർണ്ണമായി വെട്ടി നിരത്തിയ നേതൃത്വത്തിന്റെ ശൈലി വോട്ടർമാരെ വഞ്ചിക്കുന്നതിന് തുല്യമായി പോയി എന്ന വിമർശനവും യോഗത്തിൽ കത്തിപ്പടർന്നു. മാത്രമല്ല ശൈലജയും ഇടയ്ക്കിട്ട് ഒരു കുത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ ഈ ഒരു കമ്മിറ്റി പിടിച്ചുവിട്ടാൽ മാത്രമേ പാർട്ടി കമ്മിറ്റി പിടിച്ചുവിട്ടാൽ മാത്രമേ നമ്മുടെ പാർട്ടി രക്ഷപ്പെടൂ എന്ന തരത്തിലുള്ള കമന്റുകളും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ശൈലജ കുത്തുന്നത് സത്യത്തിൽ മനസ്സിൽ കൊണ്ട് തന്നെയാണ്.